സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുങ്ങി തൃശൂർ. കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പിന് ആവേശോജ്വല സ്വീകരണം. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ രാജനും ചേർന്ന് സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. കലോത്സവ നഗരിയിൽ നിന്ന് സ്മിത ഹരിദാസ് ചേരുന്നു. സ്മിത, തൃശൂർ എന്നാൽ ആഘോഷമാണ്. അത് അന്വർത്ഥമാക്കുന്ന നിലയിലായിരുന്നു സ്വർണ്ണക്കപ്പിന് ലഭിച്ച വരവേൽപ്പ്. ഇനി അങ്ങോട്ട് ഉള്ള ദിവസങ്ങൾ ആവേശകരമായ കലാപ്രകടനങ്ങൾ. അങ്ങനെ തന്നെയാണ് ഗോകുൽ. അതായത് എനിക്ക് തോന്നുന്നു ഓരോ സ്ഥലങ്ങളിലും നമ്മൾ കലോത്സവത്തിന് പോകുമ്പോഴും ഓരോ രീതിയിലുള്ള വൈബാണല്ലോ. കോഴിക്കോട് പോകുമ്പോൾ കോഴിക്കോട്ടുകാരുടെ ഒരു സ്നേഹം അത് വേറെ വൈബാണ്. കൊല്ലത്തെത്തിയപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര ആൾക്കൂട്ടവും അതുപോലെയുള്ള ആഘോഷങ്ങളും. തിരുവനന്തപുരത്ത് പിന്നെ പറയും വേണ്ട. ഇതിപ്പോൾ തൃശ്ശൂർ വന്നപ്പോൾ കണ്ടതൊന്നും കണക്കല്ല വന്നവാന്നുള്ള മട്ടിലാണ്. അത്രയും തിരക്കും ആവേശവും. നാളെ ഇത് തുടങ്ങുന്നേ ഉള്ളൂ. ഇന്ന് തന്നെ ഈ പൂരപ്പറമ്പ് മുഴുവനും ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കലാപ്രേമികളാണ് എത്തിയിരിക്കുന്നതെന്ന് എൻ്റെ രണ്ട് സൈഡിൽ നിൽക്കുന്നവരെ കണ്ട ഈ മിടുമിടുക്കുകളുണ്ടല്ലോ, ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നല്ല മണി പോലെ സംസാരിക്കുക. മോളുടെ പേരെന്താടാ? വേദിക കൃഷ്ണ. കേടാ, വേദിക കൃഷ്ണ. നല്ല പേരാട്ടോ. വേദിക ശരിക്കും ഈ ഡാൻസ് പഠിക്കാറുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഞാൻ മോഹിനിയാട്ടം അരങ്ങേറ്റം കഴിയാറായി. അടിപൊളി. എവിടെയാ പഠിക്കുന്നതൊക്കെ? കലാമണ്ഡല രാജലക്ഷ്മി ടീച്ചർ ഇവിടെ അടുത്ത വിയൂരിലാണ്. ഇത്തവണ അപ്പൊ ഇവര് ഈ ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നു, അണിനിരന്ന വേഷങ്ങളിലോ. നമ്മളുടെ പേരെന്താടാ? എന്റെ പേര് ആതിര സുനിൽകുമാർ. ആതിര പഠിക്കണ്ടോ? ഞാനിപ്പോ മോഹിനിയാട്ടം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരു സ്കൂളാണോ? അതെ. ഫ്രണ്ട്സ് ആണോ നിങ്ങള്? ഞാൻ ആളുടെ സീനിയർ ആണ്. ഞാൻ 8ലും ആള് 7ലും ആണ്. എല്ലാത്തിനും ഒരു സിനിമയില് ഇതെനിക്ക് ഓർമ്മ വരും. പറയാമോന്നറിയില്ല. മഞ്ജു വാര്യരെ പറ്റി പറയില്ലേ ഒരു സിനിമയില്? കുട്ടിയെ പറഞ്ഞിട്ട് ആറന്തപുരാനില്. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വർത്താനം പറയണ്ടേ നല്ലോണം. നല്ല രസമുണ്ട് കേട്ടോ. നല്ല മിടുക്കി കുട്ടികളാ. നിങ്ങൾ മത്സരിക്കണ്ടോ? മത്സരിക്കാൻ ഞാൻ UP ആണ്. എനിക്ക് പറ്റുന്നില്ല. ബട്ട് ആള് HSലാണ്. ഞങ്ങളെല്ലാവരും ആള് ഗൈഡ്സിന്റെ ഇതൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഡ്യൂട്ടി ഇട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഓരോ സൈഡിൽ നോക്കിക്കോ ഞങ്ങൾ അവിടെ ഉണ്ടാവും. എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ടാവും. പാട്ട് പാടുവോടാ? പാട്ട് പാടും. നമ്മുടെ പ്രേക്ഷകരൊക്കെ കാണട്ടെ. ഒരുമിച്ച് ഒരു പാട്ട് പാടട്ടെ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ഏതായാലും കൊടിയേറെ മുമ്പേ അതിന്റെ ആവേശം തൃശ്ശൂരിൽ കാണാം. കലാപൂരത്തിന്റെ ആവേശത്തിലാണ് തൃശ്ശൂർ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളും വർണ്ണാഭമായ കാഴ്ചകളായിരിക്കും പ്രേക്ഷകരിലേക്ക് 24 എത്തിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.